ഇന്നത്തെ അറിയിപ്പുകൾ. CSIR UGC നെറ്റ് പരീക്ഷയുടെ ജൂൺ 2025 സെഷനുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 23 ആണ്. പരീക്ഷ ജൂലൈ 26 മുതൽ ജൂലൈ 28 വരെ നടക്കും. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജൂൺ 24 രാത്രി 12 മണി വരെയാണ്. അപേക്ഷയിൽ തിരുത്തൽ വരുത്താനും അവസരമുണ്ട്. ജൂൺ 25 മുതൽ 26 വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്താനുള്ള അവസരം നൽകും. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലുമായി A+ ഗ്രേഡ് നേടിയ കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ നിന്നും ക്യാഷ് അവാർഡിനായി അപേക്ഷകൾ ക്ഷണിച്ചു. അർഹരായ വിദ്യാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ജൂൺ 30-നകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോം ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിൽ സൗജന്യമായി ലഭ്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് കേൾവിക്കുറവുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റി അംഗീകൃതമാണ്. +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ജൂൺ 17-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം, പ്രോസ്പെക്ടസ് എന്നിവ admissions.nish.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ നോർക്ക ട്രിപ്പിൾ വിൻ കേരളയുടെ 7ാം എഡിഷനിൽ അഭിമുഖങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 250 പേരുടെ പട്ടിക നോർക്ക റൂട്ട്സ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷ നൽകിയ 4200 അപേക്ഷകരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 360 പേരാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന അഭിമുഖങ്ങളിൽ പങ്കെടുത്തത്. ഇവരിൽ നിന്നുള്ള 250 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 213.43 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ 3ാം ഗഡുവാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 150.23 കോടിയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 11.23 കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 7.89 കോടിയും ലഭിക്കും. മുനിസിപ്പാലിറ്റികൾക്ക് 25.83 കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് 18.25 കോടി രൂപയും നീക്കിവെച്ചു.